ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശംഖുമുഖം ബീച്ചിനെ പറ്റി, തിരുവനന്തപുരത്തുള്ള ശംഖുമുഖം ബീച്ചിനെ പറ്റി. ഗേറ്റിൽ കൂടെ അകത്തോട്ട് കടന്നിരിക്കുക. ഇഷ്ടംപോലെ സ്ട്രീറ്റ് സൈഡ് സെല്ലേഴ്സിനെ കാണാം. അടുത്തായിട്ട് നമ്മൾ ഖനായി കുഞ്ഞിരാമൻ തീർത്ത മത്സ്യകന്യക ഒരിത്തിലിൻ്റെ അകത്ത് കിടക്കുന്നതായിട്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ ഇത്തിലിൻ്റെ ഷേപ്പ് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അടുത്ത നമുക്ക് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി അതൊക്കെ കെട്ടി വെച്ചിരിക്കുക. ഇത് ഈ യുദ്ധസമയത്ത് പട്ടാളക്കാരെ മാറ്റാനും അതുപോലെ ആളുകളെ മാറ്റി പാർപ്പിക്കാനും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനും അത് വേണ്ട വേറെ സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഇത് ഇന്ത്യൻ നേവിയുടെ ഒരു ഹെലികോപ്റ്ററായിരുന്നു. അവിടെ പടിയുണ്ട്. പടിയിൽ കൂടെയൊക്കെ അതിലൂടെയൊക്കെ കയറി മോളിൽ ചെന്ന് എയറോപ്ലെയിൻ്റെ അടുത്തൊക്കെ പോയിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഹെലികോപ്റ്ററിൻ്റെ ഫോട്ടോ. ഇത് കടലിലേക്ക് നോക്കി കിടക്കുന്ന ഒരാളിൻ്റെ പ്രതിമയാണ്. ആളിങ്ങനെ റിലാക്സ് ചെയ്ത് കടലിലോട്ട് നോക്കി കിടക്കുക. വലിയ ആളുകളൊന്നുമില്ല, എങ്കിലും ഒരുവിധം ഫുള്ളാണ്. രാജഭരണ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൽമണ്ഡപം. നമ്മുടെ പല സിനിമകളിലും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് ആളുകൾ സ്കൂട്ടർ കയറ്റി വെക്കാനും റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് ഓൾഡ് കോഫി ഹൗസ്. ഇതിലിരുന്ന് നമുക്ക് അസ്തമയം ഭക്ഷണം കഴിച്ചേണ്ട അസ്തമയം കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് അകത്തിരുന്നല്ല ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, പുറത്തിരുന്നാണ് കേട്ടോ. കടപ്പുറത്ത് ഇഷ്ടം പോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഈ ബോട്ടിലൊക്കെ ആളുകൾ ഇരുന്ന് അസ്തമയം കാണാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബീച്ച് കുറേയൊക്കെ കടലെടുത്ത് പോയി. ഈ ബോട്ടിലൊക്കെ ഇരുന്നാണ് ആളുകളിപ്പോൾ അസ്തമയം കണ്ടോണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് എന്തോ ഒരു ക്രിസ്തീയ ഭക്തിഗാനമേള നടക്കുന്നുണ്ട്. നമുക്കിവിടെ കുതിര സവാരി ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ വന്നതൊരിച്ചിരി താമസിച്ചു പോയി, അതുകൊണ്ട് ഇതൊന്നും ഇന്ന് നടക്കട്ടെ. കാണുന്നത് കൽമണ്ഡപങ്ങള് ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ. ഇതാണ് ഈ ഓൾഡ് കോഫി ഹൗസ്. അപ്പം ഇതിൽ പടിഞ്ഞാട്ട് നോക്കിയാൽ കാണുന്നത്
കടല സമയമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഇനി നമ്മൾ കുട്ടികളുടെ പാർക്കിലോട്ടാണ് പോകുന്നത്. ഫിഷ് പാർക്ക്. കുറേ കൊച്ചു കൊച്ചു മീനിനെ പിടിച്ചിട്ടൊരു ടാങ്ക്. അതിൻ്റെ അകത്ത് കാലിട്ട് കഴിയുമ്പോൾ ഇവനിതിൽ നമ്മുടെ കാലൊക്കെ വന്ന് കടിക്കുന്നു. അതാണ് ഫിഷ് പാർക്ക്. പിന്നെ മസാജ് സെൻ്ററുണ്ട്. പിന്നെ ടോയ് കാറുകളുണ്ട്, അതിൽ കുട്ടികൾക്ക് കളിക്കാം. അതിനകത്ത് കുറേ പക്ഷികളിങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. വെടിവെക്ക് അവർ 2 തരം തോക്ക് തരും. അപ്പോൾ മൊത്തം 10 വെടിവെക്കാൻ പറ്റും. അപ്പോൾ 5 എണ്ണം നീളമുള്ള തോക്കിലും മറ്റേത് റിവാൾവർ. പിന്നെ ഒരിടത്ത് ചെന്നപ്പോഴും ഒരാളെ പിടിച്ചിരുത്തി ഒരാൾ പടം വരക്കുന്നത് കണ്ട്. അപ്പോൾ ഒരുമാതിരി നന്നായിട്ട് പുള്ളിയുടെ പടം വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരിടത്ത് ഒരു സ്ത്രീ, എല്ലാവരും ജീവിക്കാനുള്ള മാർഗങ്ങളാണ്, ഒരു സ്ത്രീ ഇരുന്ന് നല്ല പോലെ ചന്ദ്രകളഭം പാടുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്, പൈസ ഇടാനുള്ള ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൈസ ഒക്കെ ഇടുന്നു, പാട്ട് കേട്ട്, പാട്ട് ഇഷ്ടം, നല്ല പാട്ടാണ് അവർ പാടുന്നത്. നമ്മൾ കുട്ടികളുമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.